കുളത്തൂപ്പുഴയിൽ നിന്നും അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. കുളത്തൂപ്പുഴയിൽ സംശയത്തെ തുടർന്ന് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആറ്റിന് കിഴക്കേക്കരയിൽ രേണുക 36 വയസ്സുള്ള രേണുകയാണ് ഭർത്താവ് സാനുക്കുട്ടൻ എന്നയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. സംശയത്തെ തുടർന്നാണ് പ്രതി രേണുകയെ കുത്തിക്കൊലപ്പെടുത്തിയതെന്ന് രേണുകയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു. ഒപ്പം തന്നെ കത്രിക ഉപയോഗിച്ച് 4 തവണയോളം കുത്തി എന്നും ഇവർ പറയുന്നു. കഴുത്തിലും വയറ്റിലും അടക്കം നിരവധി തവണ കുത്തുകയായിരുന്നു. കഴുത്തിലടക്കം മാരകമായി പരിക്കേറ്റ രേണുകയെ കുളത്തൂപ്പുഴയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ ഡോക്ടർമാർ അറിയിക്കുകയായിരുന്നു. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി രേണുക മരണത്തിന് കീഴടങ്ങി. ഇപ്പോൾ മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി പോലീസ് എത്തി മേൽ നടപടികളൊക്കെ സ്വീകരിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അതേസമയം തന്നെ പ്രതി ഇതിനുശേഷം വനത്തിലേക്ക് ഒളിവിൽ പോയ പ്രതിക്കായി കുളത്തൂപ്പുഴ SHO ബി അനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരം പോലീസ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ നിമിഷം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ്. വീട്ടമ്മയായ 36 വയസ്സുള്ള രേണുക ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. ഭർത്താവായ സാനുക്കുട്ടൻ സംശയരോഗത്തെ തുടർന്ന് രേണുകയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള വിവരമാണ് ഈ നിമിഷം പുറത്തു വരുന്നത്. ഗുരുതരമായി പരിക്കേറ്റ രേണുകയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണപ്പെടുകയായിരുന്നു. രേണുകയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ സംഭവം. ആറ്റിന് കിഴക്കേക്കര മൂർത്തിക്കാവിന് സമീപത്തെ വീടെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ പോലീസും പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചതായി കുളത്തൂപ്പുഴ പോലീസ് അറിയിച്ചു. പ്രതിയെ ഉടൻ പിടികൂടുമെന്നും അറിയിച്ചു. മരിച്ച രേണുകയുടെ മൃതദേഹം ഇപ്പോൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലാണുള്ളത്. കത്രിക ഉപയോഗിച്ച് നിരവധി തവണ കുത്തിയെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഇപ്പോൾ മരണകാരണമായിരിക്കുന്നതെന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പിന്നീട് ലഭ്യമാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംശയരോഗം രണ്ടുപേരും വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത്. 4 മക്കളും എല്ലാവരും ആ വീട്ടിൽ തന്നെ താമസിച്ചു. മൂത്തവും പെണ്ണ് ഇതെവിടെ വീട് എവിടെ അമ്മയുടെ വീട് എവിടെ? എൻ്റെ വീട് ഞങ്ങൾക്ക് സർക്കാർ തന്ന വീടാണ്. എവിടെ വീട്? മൂർത്തിക്കാവിത്തോടെ. ആറ്റിനക്കര. ആറ്റിനക്കര മൂർത്തിക്കാവിത്തോടെ എൻ്റെ വീട്. പിന്നെ അവർക്കുള്ള വീട് അങ്ങ് പോകണം, വള്ളക്കടവിൻ്റെ അവിടെ. ഇതെപ്പോഴാണ് സംഭവം? ഇത് 12 മണി